എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടൻ്റെ ഒരു സ്നാക്കാണേ. എപ്പോഴും മുട്ട പുഴുങ്ങി കഴിക്കാതെ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കൂ ട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. വെറും മുട്ട പുഴുങ്ങി കഴിക്കുന്നതിൽ അതിൽ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കൂ ട്ടോ. ആദ്യം തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കുക. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് നമ്മളൊരു അടിപൊളി ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ബോയിൽ ചെയ്ത മുട്ടയിൽ നിന്ന് 2 കട്ട് ചെയ്തിട്ട് അതിലെ മഞ്ഞക്കുരു പിന്നെ വെള്ളയും മാറ്റി സെപ്പറേറ്റ് എടുക്കണം നമ്മൾ. ഇതിന് ഈ മഞ്ഞയുടെ കരുവില്ലേ അതിനകത്താണ് നമ്മൾ പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പോകുന്നത്. അപ്പം ആ മുട്ട കട്ട് ചെയ്തിട്ട് മഞ്ഞക്കരു ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംബ്സ് ഉണ്ടല്ലോ അതിൽ മുക്കിയിട്ട് ആ വെള്ള പാർട്ടുണ്ടല്ലോ മുട്ടയുടെ വെള്ള പാർട്ട് ബ്രെഡ് ക്രംബ്സിലൊന്ന് മുക്കി ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അതായത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ ബ്രെഡ് ക്രംബ്സിൽ കട്ട് ചെയ്ത് വെക്കുന്നത് അതൊന്ന് മാറ്റി വെക്കുക. നമ്മളെല്ലാം മുക്കി എടുത്തിട്ടുണ്ട്. വെള്ള പാർട്ട് മാത്രം മതി. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മഞ്ഞക്കറി ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ ഉണ്ടല്ലോ ഒറിഗാനോ കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മയണൈസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എത്രത്തോളം മയണൈസ് ഇഷ്ടമുണ്ടോ അത്രയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറേശ്ശെ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ടൊമാറ്റോ സോസ് കുറച്ച് ആഡ് ചെയ്താൽ മതി. പുളിപ്പ് ഇഷ്ടമില്ലാത്തതെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം നന്നായിട്ട് പിടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് മാറ്റി വെച്ചിട്ട് നേരത്തെ ബ്രെഡ് ക്രംബ്സിൽ മുക്കി വെച്ച മുട്ടയുടെ വെള്ള പാർട്ടുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ബ്രെഡ് ക്രംബ്സ് ഇങ്ങനെ മുട്ട ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടുമ്പോൾ നല്ലൊരു സ്വാദാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മറ്റേ മുട്ടയുടെ മഞ്ഞക്കുരുവിലെ ആ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ട് ആ ബ്രെഡ് ക്രംബ്സിൻ്റെ ആ മൊരിഞ്ഞ മുട്ടയുടെ കൂടെ ഇതൂടെ ചേർത്ത് കഴിക്കുമ്പോൾ സ്വാദുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസാണ്. അതായത് ഈ ഫുഡ് ഐറ്റത്തിൽ പല രീതിയിൽ പല വെറൈറ്റീസാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.